ഹലോ ഗൈസ്, ബ്രെയിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ പഠിച്ചത് സെൻറ്റർ ഫോർമേഷനും എഡ്ജ് ഫോർമേഷനുമാണ്. ഇനി 4x4 ലാസ്റ്റ് പാർട്ടാണ്. എങ്ങനെയാണ് ഒരു 4x4 സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു കളർ സെലക്ട് ചെയ്യുന്നു, വൈറ്റ്. ദെൻ വൈറ്റിൻ്റെ എഡ്ജ് പീസ് 4 എണ്ണം യെല്ലോയ്ക്ക് ചുറ്റും കൊണ്ടുവരുന്നു. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് അതെല്ലാം ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ 3x3 അതേ ഫോർമേഷനാണ് ഇനി ബാക്കി എല്ലാം വരുന്നത്. ഇടയ്ക്കത്തെ 2 സ്റ്റെപ്പാണ് മാറുന്നത്. ബാക്കിയുള്ള ഫുള്ള് 3x3 സോൾവ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് പറ്റും. ഇനി നമുക്ക് വൈറ്റിൻ്റെ അടിയിൽ എഡ്ജ് പീസിൻ്റെ അടിയിലുള്ള കളർ നോക്കുന്നു. ഓറഞ്ചും മാച്ച് ആക്കുന്നു. 2 തവണ ടേൺ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഇത് വൈറ്റുമായിട്ട് മാച്ച് ആക്കിയിട്ടുണ്ടാവും. നെക്സ്റ്റ് എഡ്ജ് പീസ് അതുപോലെ ചെയ്യുന്നത്. അടിയിലത്തെ കളർ റെഡാണ്. റെഡ് മാച്ച് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ പിടിക്കുന്നു. റൈറ്റ് 2 ടൈംസ് ടേൺ ചെയ്യുന്നു. ഇപ്പോൾ അവിടെയും അത് മാച്ചായി കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് കളർ നോക്കുന്നു. ഗ്രീനാണ്. ഗ്രീനിനെ മാച്ചാക്കുന്നു. റൈറ്റ് സൈഡിൽ പിടിക്കുന്നു. 2 തവണ ടേൺ ചെയ്യുന്നു. ഇപ്പോൾ അത് മാച്ചായി കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് കളറും അതുപോലെ തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ വൈറ്റിൻ്റെ ഒരു പ്ലസ് പോലെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് സൈഡിലോട്ട് കയറ്റാനുള്ളത് കോർണർ പീസസ് ആണ്. അപ്പോൾ നമ്മളൊരു വൈറ്റ് അപ്പ് ലെയറിലോട്ട് വന്ന ഒരു കോർണർ പീസ് എടുക്കുന്നു. ശേഷം അതിനെ സൈഡിലുള്ള കളറുമായിട്ട് മാച്ചാക്കുന്നു. ഇപ്പോൾ ഇവിടെ വൈറ്റ് നമ്മൾ ഫേസ് ചെയ്ത് പിടിച്ചാൽ സൈഡിൽ ഓറഞ്ചും മാച്ചാണ്. അങ്ങനെ പിടിച്ചതിന് ശേഷം റൈറ്റ് സൈഡിൽ കോർണർ പീസിനെ കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുന്നു. U'(R') ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നമുക്ക് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ കോർണർ പീസ് റൈറ്റ് സൈഡിൽ കയറിയിട്ടുണ്ടാവും. നെക്സ്റ്റ് കോർണർ പീസ് നമുക്ക് നോക്കാം. റെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാച്ചാക്കുന്നുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലാണ് കയറ്റേണ്ടത്. അന്നപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുന്നു. മാച്ചാക്കി പിടിച്ചതിന് ശേഷം U'(L') ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ കോർണർ പീസ് അവിടെ മാച്ചായി കിട്ടും. നെക്സ്റ്റ് കോർണർ പീസ് നോക്കുന്നു. അതിൻ്റെ സൈഡിൽ ഓറഞ്ചാണ്. ഓറഞ്ചുമായിട്ട് മാച്ചാക്കുന്നു. ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുന്നു. U'(L') ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ കോർണർ പീസ് അവിടെ മാച്ചായി കിട്ടും. ഇനി ഒരു ശേഷിക്കുന്ന കോർണർ പീസ് ഇതാണ്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. റെഡ് മാച്ചാക്കുന്നു. റൈറ്റ് സൈഡിലാണ് കയറ്റേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുന്നു. U'(R') ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഈ ലെയറും നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 എഡ്ജാണ് ശരിയാക്കേണ്ടത്. ഫസ്റ്റ് മുകളിലത്തെ സെൻറ്ററിൻ്റെ കളറില്ലാത്ത ഒരു എഡ്ജ് പീസ് ഫൈൻഡ് ചെയ്യുന്നു. ഇതാണ്. അതായത് മുകളിലത്തെ സെൻറ്റർ പീസിൻ്റെ കളർ ഏതാണ്? യെല്ലോ ആണ്. യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസാണ് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പം ഇതിനകത്ത് യെല്ലോ ഇല്ല. അപ്പം ഇതിൻ്റെ അടിയിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചുമായിട്ട് മാച്ചാക്കുക. ഇനിയിപ്പോൾ ഇത് ഇവിടാണോ വരുന്നത് അതോ ഇവിടാണോ? ഇതിൻ്റെ മുകളിൽ ഗ്രീനാണ്. അപ്പോൾ ഇത് ഷുവറായിട്ട് ഇവിടെ ആയിരിക്കും വരേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യാം. U'(L') ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ എഡ്ജ് പീസ് ഇവിടെ മാച്ചായി കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് അതുപോലൊരു എഡ്ജ് പീസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഓറഞ്ചുമാണ്. ബ്ലൂവും ജസ്റ്റ് ഒന്ന് മാച്ചായി കൊടുക്കണം. ഇവിടാണ് കയറേണ്ടത്. അപ്പോൾ അതും ലെഫ്റ്റ് സൈഡാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യാം. U'(L') ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ എഡ്ജ് പീസ് ഇവിടെ മാച്ചായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഇതാണ്. ബ്ലൂവും മാച്ചാക്കുന്നു. ദെൻ നമ്മൾ റൈറ്റ് സൈഡിൽ കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുന്നു. U'(R') ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ അതും മാച്ചായി കിട്ടും. ലാസ്റ്റ് പെയറാണിത്. അത് നമുക്ക് ഇവിടെ ഓൾറെഡി മാച്ചായി കിട്ടിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യാം. U'(R')
ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് 3 ലെയർ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫോം ആക്കുന്നത് അപ്പ് ലെയർ ആണ്. ഇപ്പനായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യെല്ലോ ഫേസ് ചെയ്ത് വരുന്ന ഒരു എഡ്ജ് പീസ് ഫേസ് ചെയ്ത് പിടിക്കുക. ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു ജെ പോലെ കിട്ടും. എന്നപ്പോൾ നമ്മൾ ജെനെ ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇക്വേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്കൊരു ലൈൻ പോലെ കിട്ടും. ലൈനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ നടുക്കൊരു എക്സാക്റ്റ് പ്ലസ് അഥവാ ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ബോക്സ് വന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു സൈഡിൽ മാത്രം ബോക്സ് വന്നാൽ അതിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചും, ഇങ്ങനെ 2 സൈഡിലും വന്നാൽ ഒരു ശരിയാവാത്ത കോർണർ പീസ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചും ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഇവിടെ എക്സാക്റ്റ് പ്ലസ് കിട്ടിയിട്ടുണ്ട്. എക്സാക്റ്റ് പ്ലസ് കിട്ടിയാൽ നിങ്ങൾ ഒരു യെല്ലോ പീസിനെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ എനിക്കിവിടെ ഒരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാക്കി പിടിച്ചതിന് ശേഷം ഇക്വേഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ യെല്ലോ ഫോമായി കിട്ടും. ഇനി വരുന്നത് ഈ പക്ഷേ നിങ്ങൾക്ക് യെല്ലോ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുക. ആർ ആർ യു ടു. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഡൗൺ ആക്കി പിടിക്കുക. അതായത് നമ്മൾ ആർ ആർ യു ടു ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ചെയ്ത ക്യൂബിനെ ഇങ്ങനെ പിടിക്കുന്നു. ശേഷം ഈ ബാക്കി ആയിട്ട് അൽഗോരിതം ചെയ്യുന്നു. ആർ ആർ യു ടു ആർ ആർ യു ടു ആർ ആർ ഡാഷ് യു ടു എൽ എൽ യു ടു ആർ ആർ ഡാഷ് യു ടു ആർ ആർ യു ടു ആർ ആർ ഡാഷ് യു ടു ആർ ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ലൈൻ പോലെയോ ഒരു പ്ലസ് പോലെയോ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ലൈൻ പോലെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഇതിന് ലൈൻ പോലെ ചെയ്തൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്താൽ മതി. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യെല്ലോ കംപ്ലീറ്റ് ആയിട്ടോ ഒരു പ്ലസ് പോലെയോ കിട്ടുന്നതായിരിക്കും. പ്ലസ് പോലെ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഇനി ലാസ്റ്റായിട്ടുള്ള ഈ ലെയറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിനെ ബാക്ക് സൈഡിൽ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് 4 സൈഡും യു പോലെയോ ഒരു സൈഡ് ഫുൾ ലൈനായിട്ടോ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സൈഡിനെ ബാക്ക് സൈഡിൽ പിടിച്ചതിന് ശേഷം ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഒരു മാറ്റം കൂടെ വന്നില്ലെങ്കിൽ ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ 4x4 ഇവിടെ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. എനിക്കിത് 2 സൈഡ് മാത്രം ഒരു ലൈൻ വരുന്നു. ബാക്കിയുള്ള സൈഡുകളിൽ ഇതുപോലെ യു പോലെയും വരുന്നു. അങ്ങനെ വരുമ്പം നിങ്ങൾ അണ്ടൺ ആയിട്ടുള്ള ഒരു സൈഡ് ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. സ്മോൾ ആർ ടു യു ടു സ്മോൾ ആർ ടു യു യു ടു സ്മോൾ ആർ ടു യു യു ടു യു ടു. അപ്പോൾ നിങ്ങൾക്ക്
ഒന്നില്ലെങ്കിൽ ക്യൂബ് അപ്പോൾ കംപ്ലീറ്റ് ആക്കി കിട്ടും, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ലൈനാക്കി കിട്ടും. ഒരു സൈഡിൽ മാത്രം ലൈനാക്കി കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ബാക്ക് സൈഡിൽ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. ഇപ്പോൾ നമുക്കിവിടെ 4x4 കംപ്ലീറ്റ് ആക്കി കിട്ടും. അപ്പം നമ്മളൊരു 4x4 എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും 4x4 എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. 5x5 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ വരെ ഗുഡ് ബൈ.